നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന കാലം, സ്കൂളുകളിലേക്ക് മയക്കുമരുന്ന് വരുന്ന കാലം, സ്കൂൾ ക്യാമ്പസുകൾ മലിനമാകുന്ന കാലം, ക്ലാസ് റൂമിന്റെ അന്തരീക്ഷം പോലും മലിനമാകുന്ന കാലത്ത് നമ്മുടെ കൊച്ചുമക്കൾ കേൾക്കേണ്ട ഹബീബിന്റെ വസിയ്യത്താണിത്. അവരെ നമ്മൾ ഈ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. മുത്ത് റസൂലേ, ഞാനിതാ 2 തവണ അങ്ങയുടെ വിളിക്ക് ഉത്തരം തന്നിരിക്കുന്നു. ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, മോനെ ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. മറന്നു പോവരുത്. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രകാശമാണ് നബി തങ്ങളെ കൊടുക്കാൻ പോകുന്നത്. ധർമ്മമാണ് നബി തങ്ങൾ കൈമാറുന്നത്. കുഞ്ഞിന്റെ മനസ്സ് ഒരിക്കലും മലിനമായി പോവാതിരിക്കാൻ ലോകാവസാനം വരെയുള്ള സർവ്വ ഉമ്മമാരും ഉപ്പമാരും മക്കളെ പഠിപ്പിക്കേണ്ട വചനം, മക്കളെ നന്നാവാൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സാരോപദേശം, ഈ ഉപദേശമാണ് ഏറ്റവും പ്രസക്തമായത്. യഹ്ഫദില്ലാഹ യഹ്ഫദുക. മോനെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, അല്ലാഹു നിന്നെ കാത്തുകൊള്ളും. എന്താണ് ആ വാക്ക്? വാപ്പയെ സൂക്ഷിക്കാം, ഉമ്മയെ പേടിക്കാം, ജ്യേഷ്ഠനെ പേടിക്കാം, നാട്ടുകാരെ പേടിക്കാം. അല്ല മോനെ, യഹ്ഫദില്ലാഹ യഹ്ഫദുക. മദീനയുടെ പ്രാന്തപ്രദേശത്തുകൂടെ, പ്രവിശാലമായ മരുഭൂമിയിലൂടെ, മലകൾക്കിടയിലൂടെ നടന്നു പോകുന്ന യാത്രയിൽ, കൊച്ചുമോനെ ഞാൻ നിനക്ക് ചില കാര്യം പഠിപ്പിച്ചു തരാമെന്ന് 6-7 വയസ്സുള്ള ഒരു മോനോട്, അത് തന്റെ മൂത്താപ്പയുടെ മകനായ ഹബീബിന്റെ കസിനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് യഹ്ഫദില്ലാഹ യഹ്ഫദുക. എന്തൊരു മനോഹരം! ബി മൈൻഡ്ഫുൾ ഓഫ് അല്ലാഹ്, അല്ലാഹു വിൽ പ്രൊട്ടക്ട് യു. അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധം ഉണ്ടാവണം മോനെ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിനെ പറ്റി ബോധം വേണം. അല്ലാഹു കാണുന്നു, റബ്ബന്റെ കൂടെയുണ്ട്, അല്ലാഹുവിന്റെ അരികത്തുണ്ട് എന്ന് മറക്കല്ല മോനെ. യഹ്ഫദുക. നിന്റെ സ്കൂൾ ബസ്സിലും നിന്റെ യാത്രയിലും നിന്റെ ക്ലാസ് റൂമിലും, നീ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴും, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, യാത്രയില്, വീട്ടിലിരിക്കുമ്പോൾ, നാട്ടിലിരിക്കുമ്പോൾ, അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കും. ഒരാളുടെ മനസ്സിലും നിങ്ങൾ ആക്രമിക്കാൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ, നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരാളുടെ കൽവിനും തോന്നുകയില്ല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്താണ് ആ ഉപദേശം? കഴിഞ്ഞില്ല. ഇച്ചിരി ദീർഘമായ ഉപദേശം. യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. മോനെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ. 2ാമത്തെ തവണയാണ് നബി ആവർത്തിക്കുന്നത്. മോനെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക. നിന്റെ കൺമുമ്പിൽ നിനക്ക് അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയും. ആനെ സൂക്ഷിക്കുമോനെ. ഇത് ചെറിയവർക്കും വലിയവർക്കുമുള്ള ഉപദേശമാണ്. മനസ്സിനോട് സംവദിക്കുകയാണ്. സ്നേഹത്തോടെ തന്റെ കൊച്ചനുജനോട് മുതിർന്നൊരു ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ ലോകത്തിന്റെ ഗുരുവാണ് ഒരു 6-7 വയസ്സുള്ള മോനോട് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. പ്രായത്തിലും പക്വതയിലും വിവരത്തിലും കുറച്ച് മുന്തിയ ആളുകൾ കൊച്ചുമക്കളോട് സംസാരിക്കാറുണ്ടോ? അവരോട് സലാം പറയോ? അവർക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യോ? നമ്മുടെ അഹങ്കാരം സമ്മതിക്കാറുണ്ടോ? അവരിടപെടണം. ഏത് ചെറിയ കുട്ടിയും ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്, അവന്റെ ശരീരം കൊണ്ടല്ലെങ്കിലും എന്നാണ്. ചെറിയ കുട്ടിക്ക് അവന്റേതായ ഇഷ്ടവും അനിഷ്ടവും വാശിയും പിടിവാശിയും എല്ലാം ഉണ്ടല്ലോ. കൊച്ചുമക്കളാണെങ്കിൽ തന്നെയും അവരൊരു പൂർണ്ണ ആളായിട്ട് തന്നെ കാണണമെന്നാണ്. അങ്ങനെയാണ് അഷ്റഫുൽ ഹൽക്ക് കാണുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞില്ല. മറ്റൊരു ഉപദേശം, തഅറഫ് അലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശിദ്ദ. മോനെ, അല്ലാഹു നിനക്ക് സൗകര്യം തരുന്ന നേരത്ത് നീ അല്ലാഹുവിനെ ഓർക്കണം. എന്നാൽ നിനക്ക് കഷ്ടപ്പാട് വരുമ്പോൾ അല്ലാഹു നിന്റെ കൂടെയുണ്ടാകും. നാഗെ പറയുന്ന ബിസിനസ് തകർന്നു അല്ലേ? എല്ലായിടത്തും കാശില്ല, ബിസിനസ് ഇല്ല, പൈസ ഇറങ്ങുന്നില്ല. മോദിജിയുടെ നോട്ട് നിരോധനത്തിന് ശേഷം പിന്നെ ഒന്നും നടന്നിട്ടില്ല, ഇനിയിപ്പോ നടക്കും തോന്നുന്നില്ല. അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പരാതികൾ. ഇതിലൊക്കെ അള്ളാഹുവിന്റെ ഇടപെടലുകളില്ലയോ? നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ടേ? നമ്മളൊക്കെ ചെയ്ത് എന്തെങ്കിലും പാപങ്ങൾ കൊണ്ട് അള്ളാഹു ഒരു ളാലിമിൽ നിന്ന് നമുക്ക് തരുന്ന ശിക്ഷയായിക്കൂടെ ഇത്? അങ്ങനെ മനസ്സിലാക്കണല്ലോ. എല്ലാം പരാതിയാണ്, പ്രശ്നങ്ങളാ പറയാ. തഅറഫ് അലല്ലാഹി ഫിർറഖാ.
കയ്യിൽ കാശുള്ള നേരത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആകുന്ന നേരം, ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നിങ്ങൾ രോഗിയായി കിടക്കുന്ന നേരത്ത് അള്ളാഹു നിങ്ങളെ ഓർക്കും, നിങ്ങളുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കരുത് മോനെ. 7 വയസ്സായ കുട്ടിയോടെ പറയണത്. കുട്ടിയുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകൾ നമ്മൾ നൽകുന്നുണ്ട്, ഐപാഡുകളുണ്ട്, ടാബുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമില്ലേ, വൈഫൈ സംവിധാനങ്ങൾ. കുഞ്ഞുങ്ങൾ വേണ്ടതെടുത്ത് കാണുന്നു, അവർ ഇഷ്ടമുള്ള ഗെയിമുകൾ. ഇതെല്ലാം കൊടുക്കുമ്പോഴും അവരെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ പറയണം, മോനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ മോൻ അള്ളാഹുവിനെ ഓർക്കണം. അതിലൊരു ഖുർആൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മോനെ ഹിഫ്ളാക്കിക്കൂടെ? ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ട് ഖുർആൻ ഹിഫ്ള് ചെയ്യാം. എന്തെല്ലാം സൈറ്റ്, എന്തെല്ലാം ആപ്പുകളുണ്ട്, ആപ്ലിക്കേഷൻസ്, ഖുർആൻ പഠിക്കാൻ, ഹിഫ്ള് പഠിക്കാൻ. വെറുതെ സമയം കളയുന്നതിന് പകരം മോനെ ഇത് അള്ളാഹു ചെയ്ത നിഅമത്താണ്, പടച്ച തമ്പുരാനെ ഓർക്കണേ. കുറച്ചുനേരം ഇത് ഇൽമ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം. കുറച്ചുനേരം നിന്റെ കളിയോ നിന്റെ ടൈം പാസിന് നീ പഠിക്കുന്നതോ മറ്റോ എന്തോ ആകട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയൂ. എന്നാൽ കുറച്ചുനേരം ഇതിന് ശുക്റായിട്ട് മോനെ അള്ളാഹുവിനെ ഓർക്കണം. എന്നാൽ മോനെ കഷ്ടപ്പാട് ജീവിതത്തിൽ വരാനുണ്ടാകും, അള്ളാഹു ചെയ്തത്. അത് വരുമ്പോൾ മോന്റെ കൂടെ അള്ളാഹു ഉണ്ടാകും, പേടിക്കണ്ട. നാടും ഭരണകൂടവും കൂട്ടുകാരും മുഴുവനും നമ്മളെ കൈയൊഴിയുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ വേണമെങ്കിൽ റഖാഇന്റെ സുഭിക്ഷമായ കാലത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. ഇതൊക്കെ നമുക്കുള്ള ഉപദേശല്ലേ. പൈസ ഉണ്ടാകുമ്പോൾ പഠിച്ചവനെ ഓർക്കാത്തവര് ഒരു പരീക്ഷണമായൊരു രോഗം വന്നാൽ അവർ ഓടിവരും ഉസ്താദുമാരുടെ അടുത്തേക്ക്, സയ്യിദന്മാരുടെ മുമ്പിലേക്ക്, പള്ളിയിലേക്ക്, മഹത്തുക്കൾ കിടക്കുന്ന മഖാമിലേക്ക് ദുആ ചെയ്യാൻ വരില്ലേ? ഉംറക്ക് പോകും, ഹജ്ജിന് പോകും, സിയാറത്ത് ചെയ്യും, അഷ്റഫുൽ ഖൽഖിനെ ചെന്ന് സന്ദർശിക്കും, ഇല്ലേ? ഇതെന്തേ അള്ളാഹു കയ്യിൽ കാശ് തന്ന കാലത്ത് ചെയ്യാതിരുന്നത്? ആരോഗ്യമുള്ള കാലത്ത് കോളേജ് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയാതെ പ്രേമവുമായി പ്രലോഭനങ്ങളുമായി കഴിച്ചുകൂട്ടിയ കാലത്ത് അള്ളാഹുവിനെ ഓർക്കാതെ പോയെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, പൊറുക്കലിനെ ചോദിക്കുക. അതിന് പകരം അള്ളാഹു നമ്മളെ ഒരു കഷ്ടപ്പാടിന്റെ സമയത്ത് കൈയൊഴിയാതിരിക്കാൻ. പൈസ ഉണ്ടാവുമ്പോൾ അള്ളാഹിനെ ഓർക്കണം, പൈസ ഇല്ലാതിരുന്നാൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാവും മോനെ. ആരോടായി പറയുന്നത്? 7 വയസ്സായ കുട്ടിയോട്. യാ ഗുലാം, കൊച്ചുമോനെ, ചെറുപ്പക്കാരാ എന്ന് തന്റെ പിതൃ സഹോദരപുത്രനോട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്. മോനെ, നിന്റെ പരിഭവങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീ അവതരിപ്പിക്കണം. ജനങ്ങളോട് പരാതി പറയണ്ട, ആളുകളോട് കഷ്ടപ്പാട് പറയണ്ട. ഞാൻ കുടുങ്ങിപ്പോയി, കഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. റബ്ബിനോട് പറ മോനെ, അല്ലാഹുവിനോട് പറ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ അവതരിപ്പിക്കേ നിന്റെ പ്രശ്നങ്ങൾ, റബ്ബിന്റെ മുമ്പിൽ വെക്ക്. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിനക്ക് സഹായം ആവശ്യമുണ്ടോ? നിനക്ക് സഹായം ആവശ്യമുണ്ടോ? പടച്ച തമ്പുരാന്റെ സഹായം നീ തേട്. അല്ലാഹുവിനോട് നിന്റെ സഹായത്തിന് നീ യാചിക്കു. റബ്ബിനോട്. മനുഷ്യരോട് പറയണ്ട, കൂട്ടുകാരോട് പറയണ്ട, നിന്റെ നാട്ടുകാരോട് പിരിവിനിറങ്ങണ്ട. തമ്പുരാനോട് പറയുമോനെ, അള്ളാഹു ജനങ്ങളുടെ കൽബ് നിന്നിലേക്ക് തിരിച്ചു തരും. അള്ളാഹുവാണ് തിരിക്കുന്നത്, ജനങ്ങളല്ല. ജനങ്ങളുടെ മനസ്സ് കൈയടക്കാൻ അള്ളാഹുവിനെ കഴിയൂ, മനുഷ്യർക്ക് കഴിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം